നാം കഴിഞ്ഞ ക്ലാസ്സിൽ റോമാലേഖന പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നാം കടക്കുകയായിരുന്നു. റോമാലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം വരെ നീണ്ടുകിടക്കുന്ന ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഒരു പ്രമേയം എന്ന് പറയുന്നത് നീതീകരണത്തിന്റെ ആവശ്യകത എന്ത്, അല്ലെങ്കിൽ മാനവജാതിയുടെ പാപം എന്നുള്ള വിഷയം വളരെ തെളിവുകൾ സഹിതം വളരെ റീസണിങ്ങോടുകൂടെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ വേദഭാഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ പ്രധാനപ്പെട്ട വിഭജനം നാം കണ്ടു. മാത്രമല്ല അതിന്റെ ആമുഖം എന്നുള്ള നിലയിൽ 18-ാമത്തെ വാക്യം നാം പരിശോധിക്കുകയുണ്ടായി. ഈ 18-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സവിശേഷത നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. 17-ാമത്തെ വാക്യത്തില് സുവിശേഷം ഹേതുവായിട്ട് വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ നീതി സുവിശേഷം മുഖാന്തരം വെളിപ്പെടുകയാണ്. അത് വിശ്വസിക്കുന്ന ഏവർക്കും ലഭ്യമാകുകയാണ്. അതേസമയം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു വെളിപ്പെടൽ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം വെളിപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് സുവിശേഷം അനുസരിക്കാത്തവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിൽ കർത്താവിങ്കൽ വിശ്വാസം അർപ്പിക്കാത്തവർക്ക് വെളിപ്പെട്ടു വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരികയാണ്. സുവിശേഷം അനുസരിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുമ്പോൾ, സുവിശേഷം അനുസരിക്കാത്തവർക്ക് അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർക്ക്, വിശ്വാസത്താൽ ദൈവത്തെ സമീപിക്കാത്തവർക്ക് അവരുടെ അഭക്തി ഹേതുവായി, അവരുടെ അനീതി ഹേതുവായി, അവരുടെ അനുസരണക്കേട് ഹേതുവായി ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരിക. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നത്? അതിന് കാരണം നാം ഇവിടെ കാണുന്നുണ്ട്. മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന സത്യം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടും ആ സത്യത്തെ അവർ സപ്രസ് ചെയ്തു എന്നുള്ളതാണ്. അവർ സത്യത്തെ മറച്ചു കളയുകയാണ്. സത്യത്തെ അവർ തടുത്തു കളയുകയാണ്. സത്യത്തെ തടുക്കുക, ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സപ്രസ് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഒരു വെള്ളത്തിൽ ഒരു ബലൂൺ മുക്കി താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ സപ്രസ് ചെയ്യുക എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ ആശയം നമുക്ക് കിട്ടും. ഒരു ബലൂൺ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ വെള്ളത്തിലേക്ക് നമ്മൾ എത്രത്തോളം സപ്രസ് ചെയ്യുന്നോ അതൊരുപക്ഷെ കുറച്ച് സമയമൊക്കെ അടിയിലായിരിക്കും. എന്നാൽ എത്ര സപ്രസ് ചെയ്ത് വെച്ചാലും അത് കൈവിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വയ്ക്കുക, തടുത്തു വയ്ക്കുക, അത് മൂടി വയ്ക്കുക, അത് ശരിയാണെന്ന് അറിയാമായിരുന്നിട്ടും അതിനോട് അനുസരണം കാണിക്കാതിരിക്കുക, ഫോഴ്സ്ഫുള്ളി ഹൈഡിങ് ദി ട്രൂത്ത്. ബലാത്കാരേണ സത്യത്തെ തടുക്കുന്ന അല്ലെങ്കിൽ സുവിശേഷത്തെ വേണ്ട എന്ന് വയ്ക്കുന്ന, റിജക്റ്റ് ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ദൈവത്തിന്റെ ക്രോധം അത് ദൈവത്തിന്റെ സ്ഥായിയായ സ്വഭാവമല്ല എന്ന് നാം കണ്ടു. ദൈവം സ്നേഹവാനാണ്, ദൈവം കരുണയുള്ളവനാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹവും കരുണയും തിരസ്കരിക്കുന്നവരുടെ മേൽ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ക്രോധം എന്ന് പറയുന്നത്. സാധാരണ ജാതീയ ദൈവ സങ്കല്പങ്ങൾ ക്രോധാക്രാന്തരായിട്ടുള്ള ദേവതകളെയും ദേവന്മാരെയും ഒക്കെ സങ്കല്പിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ സത്യദൈവത്തെ സംബന്ധിച്ചിടത്തോളം, സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അത്തരത്തിലുള്ളവനല്ല. അവൻ സ്നേഹവായ്പുള്ളവനാണ്. നാം ഇങ്ങനെ ഒരു പാട്ട് പാടാറുണ്ടല്ലോ, കരുണ നിറഞ്ഞ കണ്ണുള്ളവനവൻ. നമ്മുടെ ദൈവം കരുണയുള്ള, മനസ്സിലുള്ള, സ്നേഹവാനായ ദൈവമാണ്. ദൈവം കോപിക്കണമെന്നോ ക്രോധം ചൊരിയണമെന്നോ ശിക്ഷിക്കണമെന്നോ ദൈവം പർപ്പസ്ഫുള്ളി തീരുമാനിക്കുകയല്ല. എന്നാൽ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന സ്നേഹവും കൃപയും എത്ര ധാരാളം ലഭിച്ചിട്ടും അതിനെ ബോധപൂർവം തിരസ്കരിക്കുന്നത് കൊണ്ട് വന്നുചേരുന്ന ഒരു ന്യായവിധിയാണ്
ദൈവത്തിന്റെ ക്രോധം എന്ന് പറയും. ദൈവത്തിന്റെ ക്രോധത്തെക്കുറിച്ച് പല നിലകളിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ ദൈവത്തിന്റെ ക്രോധം ഛർദ്ദിച്ചു വെക്കുകയാണ് സുവിശേഷം അനുസരിക്കാതിരിക്കുന്നത് നിമിത്തം. അത് കൂട്ടിക്കൂട്ടി വെക്കുകയാണ്. അത് ഒരു നാൾ മനുഷ്യന്റെ മേൽ ചൊരിയുക തന്നെ ചെയ്യും. അനുസരണം കെട്ടവരുടെ, വിശ്വാസിക്കാത്തവരുടെ മേൽ അത് ചൊരിയുക തന്നെ ചെയ്യും. അത് നിത്യശിക്ഷാവിധിയെ കുറിച്ച് ദൈവത്തിന്റെ ക്രോധം എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. എറ്റേണൽ റാത്ത് ഓഫ് ഗോഡ്, ഒരു നിത്യ ക്രോധം. അത് സുവിശേഷം അനുസരിക്കാത്തവർക്ക് വേണ്ടി ശേഷിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. രണ്ടാമത്, ഭാവികാല ശാസ്ത്രപരമായിട്ട് ദൈവം തന്റെ ക്രോധം ചൊരിയുന്ന ഒരു ഭാവികാല സംഭവത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം പ്രവചന പുസ്തകങ്ങളിലും അതുപോലെ വെളിപ്പാട് പുസ്തകവും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ക്രോധം അവിശ്വാസികളുടെ മേൽ അല്ലെങ്കിൽ ജാതികളുടെ മേൽ ചൊരിയുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തന്റെ ക്രോധം ഒരിക്കലും വിശ്വാസികളുടെ മേൽ ചൊരിയുകയില്ല. ദൈവം തന്റെ ശിക്ഷാവിധി വിശ്വാസികളുടെ മേൽ അത്തരത്തിൽ ചൊരിയുകയല്ല. ബാലശിക്ഷ ദൈവം നൽകുന്നുണ്ട്, അത് മറന്നുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. എന്നാൽ ഭാവികാല ശാസ്ത്രപരമായിട്ടുള്ള ദൈവക്രോധം ചൊരിയപ്പെടുന്ന രംഗം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ആ ക്രോധം ചൊരിയുന്നത് അത് പിശാചിനും അവന്റെ പിന്നാളികൾക്കും അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനും അവന്റെ പിന്നാലെയുള്ള ദൈവത്തെ നിരസിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് ദൈവത്തിന്റെ ക്രോധം ഭാവികാല ശാസ്ത്രത്തിൽ ചൊരിയുന്നത്. ചിലരൊക്കെ ഇങ്ങനെ ആ സംഭവത്തെ വിശകലനം ചെയ്യാറുണ്ട്. അതായത് ദൈവമക്കളെ ക്രോധത്തിലൂടെ, ദൈവത്തിന്റെ ക്രോധത്തിലൂടെ ആ ഭാവി കാലത്തിൽ ചൊരിയുന്ന ക്രോധത്തിലൂടെ കടത്തിവിടുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇല്ല, ദൈവം നമ്മെ കോപത്തിനല്ല, ദൈവം നമ്മെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം തന്റെ ക്രോധം തന്റെ മക്കളുടെ മേൽ ചൊരിയുന്നത് നമുക്ക് ഭാവികാല ശാസ്ത്രപരമായിട്ട് കാണുവാൻ സാധ്യമല്ല. അത് ദുഷ്ടന്മാരുടെ മേലാണ്, അന്തിക്രിസ്തുവിനും അവന്റെ ഭരണകൂടത്തിനും അവന്റെ പിന്നാളികൾക്കും മേൽ ചൊരിയുന്ന ഒരു ഭാവികാല ശാസ്ത്രപരമായിട്ടുള്ള ക്രോധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാപത്തിന്റെ മേൽ, അല്ലെങ്കിൽ സോയിങ് ആൻഡ് റീപ്പിംഗ് എന്ന് പറയും, വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യും. പാപത്തിന് അതിന്റെ കോൺസിക്വൻസ് ഉണ്ട്. പരിണിത ഫലമായിട്ട് ലഭ്യമാകുന്ന ദൈവിക ക്രോധം ഉണ്ട്. അത് സമൂഹങ്ങളുടെ മേൽ മാത്രമല്ല, വ്യക്തികളുടെ മേലും കുടുംബത്തിന്റെ മേലുമൊക്കെ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് കാലാകാലങ്ങളിൽ ചൊരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം മറക്കുവാൻ പാടുള്ളതല്ല. സോദോം ഗൊമോറ പട്ടണത്തിന്റെ മേൽ ദൈവം തന്റെ ന്യായവിധി ചൊരിയുമ്പോൾ ആ സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ ക്രോധം ചൊരിയുകയായിരുന്നു. നോഹയുടെ കാലത്ത് ദുഷ്ട സമൂഹത്തിന്റെ മുമ്പാകെ ജലപ്രളയം വഴി ദൈവം തന്റെ ശിക്ഷാവിധി നടത്തുകയുണ്ടായി. അത് ആവർത്തിച്ച് അവർക്ക് മാനസാന്തരത്തിനുള്ള അവസരങ്ങളെ നൽകിയിട്ടും നിരാകരിക്കുന്നത് കൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഈ അധ്യായത്തിലെ റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു എന്ന് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക ആശയം നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഇവിടെ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്ന രംഗത്തെക്കുറിച്ച് ഇതിന്റെ ശേഷിച്ച ഈ അധ്യായത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 24-ാം വാക്യം, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു കളയുക, അല്ലെങ്കിൽ ദൈവം കൈവിട്ട് കളയുന്ന, ദൈവം ആ മനുഷ്യരുടെ മേൽ മുഖം തിരിച്ചു കളയുന്ന ഒരു സന്ദർഭത്തെയാണ് ഇവിടെ ദൈവത്തിന്റെ കോപമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 26-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചു എന്ന് നാം അവിടെ കാണുന്നു. അതുപോലെ അതിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു. ഇവിടെ ദൈവത്തിന്റെ ക്രോധം സത്യത്തെ തടുക്കുന്നവരുടെ മേൽ ചൊരിയുന്നു എന്ന് പറയുന്നത്, സത്യം അറിഞ്ഞിട്ടും അത് ബോധപൂർവം നിരാകരിക്കുകയും വേണ്ട എന്ന് വയ്ക്കുന്നവരുടെയും മേൽ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. ദൈവം അവരെ കൈവിട്ട് കളയുന്നു, അബാൻഡൻഡ് ബൈ ഗോഡ്, ദൈവത്താൽ കൈവിടപ്പെടുക എന്നുള്ള ആശയമാണ്
നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം തന്റെ ദൃഷ്ടി നമ്മുടെ മേൽ നിന്ന് മാറ്റിയാൽ, ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മേൽ നിന്ന് പിൻവലിച്ച് കളഞ്ഞാൽ ആർക്ക് നിൽക്കുവാൻ സാധിക്കും? അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിംശോന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ ദൈവത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഫലമേൽപ്പിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ തന്റെ ആ നാസിർ വ്രതത്തെ അവൻ അലക്ഷ്യമാക്കുകയും അവന്റെ വിശുദ്ധി കാത്തുകൊള്ളുവാൻ അവന് സാധിക്കാതെ വന്നപ്പോൾ അവന്റെ തലയിലെ രോമങ്ങൾ, ആ ജടകൾ മുറിച്ചു കളയുവാൻ ഇടയായപ്പോൾ ശക്തി അവങ്കിൽ നിന്ന് മാറി എന്ന് മാത്രമല്ല, അവനെ ദൈവം ഉപേക്ഷിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം സംഖ്യാപുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തില് അതിന്റെ 16-20 വാക്യത്തിൽ ലോർഡ് ഡിപ്പാർട്സ് ഫ്രം സാംസൺ, ശിംശോനിൽ നിന്ന് ദൈവം വിട്ടുപോയി, പുറപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു. അതിന്റെ ഫലമായിട്ട് അവൻ ബന്ധനത്തിലായി, അവൻ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം ആമോസിന്റെ ഹോശേയ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഫ്രൈം അവന്റെ സ്വഭാവം അത് ആവർത്തിച്ച് മത്സരിക്കുന്ന ഒരു സ്വഭാവം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ട്, ദുശാഠ്യമുള്ള അല്ലെങ്കിൽ പശുക്കിടാവിനെ പോലെ ആ ഒരു റിബല്യസ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള എഫ്രായിമിനെ അവനെ വിട്ട് ഒഴിഞ്ഞു കളയുവാനായിട്ട് പറയുന്നുണ്ട്. ഹോശേയ പ്രവചനം 4-17 വാക്യത്തിൽ എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളയുക, ലെറ്റ് ഹിം അലോൺ, അവനെ ഒഴിവാക്കുക. ഇത് ദൈവത്താൽ കൈവിടപ്പെടുന്ന ഒരു രംഗമാണ്. അത് വളരെ ഭീതിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ദൈവം ശിക്ഷാവിധിക്ക് ഒരു വ്യക്തിയെ ഭരമേൽപ്പിക്കുന്ന രംഗമാണ്. നാം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പാപം ചെയ്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദുർമാർഗങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ട് അവനെ പിശാചിനെ ഏൽപ്പിച്ച് കളയുക എന്ന ഒരു കാര്യം നാം ഇവിടെ കാണുന്നുണ്ട്. പിശാചിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ശിക്ഷയ്ക്ക് വേണ്ടി വിട്ടുകളയുക എന്നുള്ളതാണ് അതിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോ ലീവ് ഹിം അലോൺ. പരീശന്മാരോടുള്ള ബന്ധത്തിൽ അവരെ വിട്ടുകളയാൻ കർത്താവ് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 15-14 വാക്യത്തില്, ലെറ്റ് ദം അലോൺ, ദേ ആർ ബ്ലൈൻഡ് ലീഡേഴ്സ് ഓഫ് ദി ബ്ലൈൻഡ്. കുരുടന്മാരെ വഴി കാട്ടുന്ന കുരുടരായിട്ടുള്ള നേതാക്കളാണ് അവർ, അവരെ വിട്ടൊഴിഞ്ഞുകൊള്ളുക എന്ന് പരീശന്മാരോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ നേരെ മുഖം തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിധേയമാകുക എന്നുള്ളതാണ്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള എഫേർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ദൈവത്തിന്റെ സംരക്ഷണം ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നാം സേഫ് ആയിരിക്കുന്നത്. ദൈവം നമ്മെ കരുതിയില്ലായിരുന്നു എങ്കിൽ, ദൈവം തന്റെ ദൃഷ്ടി നമ്മുടെ മേൽ കാണിച്ചില്ലായിരുന്നു എങ്കിൽ, അവന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ സേഫ് ആയിരിക്കുവാൻ സാധ്യമല്ല. നാം ദൈവദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ സത്യത്തെ തടുക്കുന്ന ഒരു കൂട്ടം ജനതയോടുള്ള ബന്ധത്തിൽ അവരെ ഏൽപ്പിച്ചു കളഞ്ഞു. അത് സ്വാഭാവികമായിട്ട് അവരുടെ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് അവർക്ക് ലഭിക്കുന്ന ശിക്ഷകളിലേക്ക് വിട്ടുകളയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന റിസ്ട്രെയിനിങ് ഗ്രേസ്, അല്ലെങ്കിൽ അവരെ പിടിച്ചു വെക്കുന്ന കൃപയിൽ നിന്ന് അവരെ വിട്ടുകളയുക, ഏൽപ്പിച്ചു കളയുക. അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ചോയ്സിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം തന്റെ ദൃഷ്ടി അവരുടെ മേൽ നിന്ന് മാറ്റിക്കളയുകയാണ്. ഇവിടെ ദൈവത്തിന്റെ സത്യത്തെ വെളിപ്പെട്ടിട്ടും അതനുസരിക്കുവാൻ കൂട്ടാക്കാത്ത ഒരു കൂട്ടരോടുള്ള ബന്ധത്തിൽ അവരെ അബാൻഡൻ ചെയ്യുകയാണ്, അവരെ കൈവിട്ട് കളയുകയാണ്. ഇനി കൈവിട്ട് കളഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നാം ഈ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. അത് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, അനീതിയിൽ നിന്ന് അനീതിയിലേക്ക്, അധർമ്മത്തിൽ നിന്ന് വീണ്ടും അധർമ്മത്തിലേക്ക് ഒരു കുത്തൊഴുക്കാണ് അവിടെ. പിന്നെ തിരിച്ചു വരുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രിയമുള്ളവരെ, ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ നിന്നൊരു പാഠം നമുക്ക് പഠിക്കുവാനായിട്ട് ഉണ്ട്. നാം ദൈവമക്കളാണ്.
എന്നാൽ നാം ബോധപൂർവം മത്സരത്തിൽ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ സത്യം അറിഞ്ഞിട്ടും അതിനെ തടുക്കുവാനായിട്ട് വിശ്വാസി തീരുമാനിച്ചാൽ, സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ബാലശിക്ഷ എന്നുള്ള നിലയിൽ അതിന്റെ ഒരു ജഡ്ജ്മെന്റിലേക്ക്, ഒരു പരിണിത ഫലത്തിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ നാം വായിക്കുന്ന ഏൽപ്പിച്ചു കളഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, ആദ്യം അവരുടെ ഹൃദയങ്ങളിൽ തുടങ്ങിയ ചിന്ത, അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ തുടങ്ങിയ പാപം അവരുടെ ശരീരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. മാത്രമല്ല, ശരീരത്തിലേക്ക് വ്യാപിക്കുക മാത്രമല്ല, അതവരുടെ മനസ്സിലേക്ക്, നികൃഷ്ട ബുദ്ധിയിലേക്ക് മാറുകയാണ്. അവരുടെ ഹൃദയം, അവരുടെ ശരീരം, അവരുടെ മനസ്സ്, ഇത് മുഴുവൻ പങ്കിലമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ജനം താഴ്ത്തപ്പെടുകയാണ്. പ്രിയ ദൈവജനമേ, നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്തവരോടുള്ള ബന്ധത്തിൽ നാം ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ മനഃപൂർവ്വം സത്യത്തെ തടുക്കുവാനായിട്ട് നാം എടുക്കുന്ന ഏത് തീരുമാനവും അത് നമ്മുടെ ഹൃദയത്തെ കളങ്കിതമാക്കും എന്നുള്ളത് മാത്രമല്ല, അത് വീണ്ടും വർദ്ധിച്ച് അത് ദുഷ്പരിചയങ്ങളിലേക്ക് പോകും. അത് ശരീരത്തെ അത് മലീമസമാക്കും. മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെ തന്നെ ആ ഒരു ക്യാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ട ആവശ്യം ഉണ്ട്. ഇന്നത്തെ സമൂഹത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഓരോ വർഷം കഴിയുന്തോറും ദൈവം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞതിന്റെ പരിണിതഫലം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ആദ്യകാലങ്ങളിൽ ഒരു 30 വർഷത്തിന് മുമ്പൊക്കെ നാം അവിടെയും ഇവിടെയുമൊക്കെ വൈവാഹികമായിട്ടുള്ള അവിശ്വസ്തതകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് എങ്കിൽ അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയാം. അത് വീണ്ടും ചൈൽഡ് അബ്യൂസിലേക്കും മറ്റു അക്രമകരമായിട്ടുള്ള ഇമ്മൊറാലിറ്റിയിലേക്കും മാറി എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. അത് വീണ്ടും വേഴ്സൺ ചെയ്യുക. നിയമസംഹിതകളാകട്ടെ, നമ്മുടെ ഭരണക്രമങ്ങളാകട്ടെ, അതൊക്കെ അതുമായിട്ട് ട്യൂൺഡായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അവസാന കാലങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗൗരവതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. അത് മനുഷ്യരുടെ മനസ്സിനെ വരെ ബാധിച്ചിരിക്കുക. ആണോട് ആൺ, സ്ത്രീയോട് സ്ത്രീ, അല്ലെങ്കിൽ അത് ലീഗലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അന്യായമെന്ന് അറിഞ്ഞിട്ട് അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അങ്ങനെയുള്ള പാപങ്ങൾ, അല്ലെങ്കിൽ ആ പാപത്തിലേക്ക് വീഴ്ത്തപ്പെടുന്നവർ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു എന്നുള്ള കാര്യം, ദൈവം ഈ സമൂഹത്തെ അബാൻഡൻ ചെയ്തു അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. സത്യത്തെ അറിഞ്ഞിട്ടും മനഃപൂർവ്വം തിരസ്കരിച്ചത് കൊണ്ട്, അവരെ കാലക്രമത്തിൽ മത്സരത്തിലേക്ക് അവർ പോയത് കൊണ്ട്, ദൈവം അവരെ ഉപേക്ഷിച്ചപ്പോൾ ചെറിയ ചെറിയ തുടക്കങ്ങൾ പാപങ്ങളിൽ ആരംഭിച്ചിട്ട് അത് ഇന്ന് അതൊരു പാപമേ അല്ല, അതൊരു സർവ്വസാധാരണമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ക്രോധം ചൊരിയുവാനായിട്ട് അവർ 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 സ്വമേധയാ തീരുമാനിക്കുകയാണ്. ഒരു വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം, അതിന്റെ 10, 11, 12 വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് വായിക്കുകയാണ്. അവിടെ അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. നോക്കണേ, അധർമ്മമൂർത്തിയുടെ ആ ഭരണ കാലഘട്ടത്തിൽ സാത്താന്റെ വ്യാപാരവും സാത്താന്റെ അടയാളങ്ങളും അവന്റെ സ്വാധീനങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കുന്ന വേളയില് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. സകല വഞ്ചനയോടും കൂടെ സാത്താൻ വ്യാജമായിട്ട് ജനത്തോട് ഇടപെടുന്നുണ്ട്. 10-ാം വാക്യം, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ. രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സുവിശേഷത്തെ വിശ്വസിച്ച് അനുസരിക്കുവാൻ അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ട് ഈ അധർമ്മമൂർത്തിയുടെ ആ വ്യാജത്തെ വിശ്വസിക്കുവാനായിട്ട്, അതിൽ ആകൃഷ്ടരായിട്ട് തീരുവാനായിട്ട് അവർക്കിടയായി. എന്തുകൊണ്ട്? സുവിശേഷത്തെ അംഗീകരിക്കുവാൻ അവർ മനസ്സില്ല. സുവിശേഷത്തെ വേണ്ട എന്ന് വയ്ക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്
അവർ സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ എന്ത് സംഭവിക്കും? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയായി. ദൈവം അബാൻഡൻ ചെയ്യുമ്പോൾ, കൈവിട്ട് കളയുമ്പോൾ, സുവിശേഷത്തോട് മത്സരികളായിട്ട് ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സമൂഹം നിന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് ന്യായവിധി വരുവാൻ തക്കവണ്ണം ദൈവം അവരെ അബാൻഡൻ ചെയ്യുകയാണ്, കൈവിടുകയാണ്. ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തെ മുൻകണ്ടിട്ട് ഒരു മുന്നറിയിപ്പ് ദൈവജനം കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. ദൈവം കൈവിട്ട ഒരു ജനം അധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കോൺസിക്വൻസ്, അല്ലെങ്കിൽ ഇതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസന്ന ഭാവിയിൽ ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ കൊടിയ ന്യായവിധി തന്നെയാണ് എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം നീതിയോടുള്ള ബന്ധത്തിൽ അവർക്ക് താല്പര്യമില്ല, സത്യത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് താല്പര്യമില്ല. മാത്രമല്ല, അവർ മത്സരിക്കുകയും അത് സപ്രസ് ചെയ്യുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അത് വേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമൂഹത്തെ നോക്കിയിട്ട്, ഈ കാലത്തെ നോക്കിയിട്ട് ദൈവജനം ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. സോദോമിന് സംഭവിച്ചതുപോലെയോ, അല്ലെങ്കിൽ നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെയോ അതിക്രമവും വഷളത്വവും വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ട് നാം വളരെ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ന്യായവിധി, ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ ചൊരിയുവാൻ വളരെ അടുത്തിരിക്കും. ഇന്ന് എല്ലാം ഈസി ആയിട്ട്, എല്ലാം സ്വാഭാവികമായിട്ട് അവർ ചിന്തിച്ച് കാര്യങ്ങളെ മുന്നോട്ട് നീക്കുകയാണ്. അതുകൊണ്ട് അത് സമൂഹത്തെ നോക്കിയിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 19-ാമത്തെ വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കാത്ത മനുഷ്യരെ സംബന്ധിച്ച് അവന് വളരെ പരിമിതികളുണ്ട്. ഇത് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ദൈവത്തെക്കുറിച്ച് A-Z മുഴുവൻ കാര്യങ്ങളും കോംപ്രിഹെൻഡ് ചെയ്യുവാനായിട്ട് അവന്റെ ബുദ്ധിക്ക് ആവില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഫ്രെയിമും മനുഷ്യന്റെ ഫ്രെയിമും വളരെ വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ ആ ബീയിങ്ങും മനുഷ്യന്റെ ബീയിങ്ങും വളരെ വ്യത്യാസമാണ്, അല്ലെ? ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ മനുഷ്യന് പരിമിതിയുണ്ട്. അവന്റെ ചിന്താരീതി, അവന്റെ കാര്യങ്ങളെ വീക്ഷിക്കുന്ന രീതി, അവന്റെ ബുദ്ധിയുടെ വികാസം, ഇതൊക്കെ നോക്കിയാൽ ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ മനുഷ്യന് മുഴുവനായിട്ട് മനസ്സിലാക്കുവാൻ സാധ്യത. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം ആരാണ് എന്നുള്ളത് ദൈവം തന്നെക്കുറിച്ച് തന്നെ വെളിവാക്കിയിരിക്കുക, വെളിപ്പെടുത്തിയിരിക്കുക. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്താതെ, ദൈവം വെളിപ്പെടുത്തി തരാതെ ഒരു മനുഷ്യനും ഗ്രഹിക്കുവാൻ സാധ്യമല്ല. മനുഷ്യന് അറിയാവുന്ന കാര്യങ്ങൾ, അവന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം അവൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കുകയല്ലാതെ മനുഷ്യന്റെ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ സാധ്യത. പ്രിയമുള്ളവരെ, പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ ബീയിങ്, ദൈവത്തിന്റെ ആളത്വത്തിന്റെ പ്രകൃതങ്ങൾ ഇതൊക്കെയാണ്. അത് ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സങ്കല്പിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തിത്വമാണ് ദൈവത്തിനുള്ളത്. അതിനെ ആരോപിക്കുവാനായിട്ടൊക്കെ പലരും ശ്രമിക്കാറുണ്ട്. ഇന്ന് വളരെ കോലാഹലങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച്, ദൈവിക തൃത്വത്തെ കുറിച്ച്, ദൈവത്തിന്റെ ആ ബീയിങ്ങിനകത്തുള്ള പ്രഹേളികകളെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾക്കപ്പുറമായിട്ട് ഭാവനകളിലൂടെ ദൈവിക വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്ന പലരുമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വെർജിൻ ബർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ
യേശു കർത്താവിന്റെ കന്യകാ ജനനം എന്നുള്ളത് മാനുഷിക ബുദ്ധിയിൽ നാം എത്ര അത് റിസർച്ച് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ നിഗൂഢതകളിലേക്ക് പോകുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? അത് ഒരു രഹസ്യമാണ്, അതൊരു ദൈവീക രഹസ്യമാണ്. അവൻ ജഡധാരണം ചെയ്തു എന്നുള്ളത് അതൊരു മർമ്മമാണ്. അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു റിസർച്ച് നടത്തിയിട്ട് ഒരു ലബോറട്ടറിയിൽ ചെന്നിട്ട് പരിശോധിച്ചിട്ട് നാം ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ജഡധാരണത്തിന്റെ ഇൻട്രിക്കസിയിലേക്ക് പോയിട്ട് പഠനം നടത്തുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങൾക്ക് അപ്പുറത്ത് മാനുഷിക ബുദ്ധിയിലുള്ള ഏത് ആശയങ്ങളും അത് തെറ്റിദ്ധാരണാപരമാണ്, അത് സത്യത്തിന് നിരക്കുന്നതായിരിക്കുവാൻ സാധ്യതയില്ല. അതിനെ അവരുടെ അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ മാനുഷിക സങ്കല്പം എന്ന് പറയും. അപ്പൊ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയതല്ലാതെ, ആ വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ മനസ്സിലാക്കുകയല്ലാതെ, ദൈവത്തെ സമീപിക്കുകയല്ലാതെ മനുഷ്യന് സാധ്യമല്ല. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തില് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ എന്തൊക്കെ അറിയണം അത് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, അത് വെളിവാക്കിയിട്ടുണ്ട്, അത് എല്ലാ മനുഷ്യർക്കും വെളിവാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ആരെയും ദൈവം ഒഴിവാക്കി. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ദൈവത്തെക്കുറിച്ച് അറിയാത്തവരെ ദൈവം എങ്ങനെ ന്യായം വിധിക്കും, അവരെങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിക്കും, അവരുടെ രക്ഷ എങ്ങനെയാണ്? നാം ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വാസ്തവം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. ദൈവത്തെ അറിയുവാനായിട്ട് ആവശ്യമുള്ള അത്രയും വെളിപ്പാട് ഏത് വ്യക്തിക്കും ദൈവം നൽകിയിട്ടുണ്ട്. രക്ഷയുടെ പരിജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയെങ്കിലേക്ക് വരുവാനായിട്ട് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ മുഴുവൻ ദൈവം നൽകിയിട്ടുണ്ട്. ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നാം വായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന്റെ 20-ാം വാക്യത്തിന്റെ അവസാനം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ദൈവം വെളിവാക്കി? ഇനി ആരെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന്, ദൈവമേ എനിക്ക് നിന്നെ കുറിച്ച് ഒന്നും എനിക്ക് വെളിപ്പാക്കി തന്നില്ലല്ലോ, എനിക്കാണെങ്കിൽ വിദ്യാഭ്യാസമില്ല, പഠനമില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ തത്വശാസ്ത്രങ്ങളൊന്നും എനിക്കറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് എഴുതാൻ അറിയില്ല, ഞാൻ ഇതുവരെ വേദപുസ്തകം വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു എക്സ്ക്യൂസ് തരണം എന്ന് ലോകത്തിലെ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ എക്സ്ക്യൂസ് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അറിയാത്തത്, അല്ല അദ്ദേഹം പ്രസംഗിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അറിയാത്തത്, അല്ല ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സുവിശേഷം അനുസരിക്കാത്തത് എന്ന് പറയുവാനായിട്ട് ആർക്കും സാധ്യമല്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ആർക്കും ഒരു എക്സ്ക്യൂസ് പറയുവാൻ, ഒഴികഴിവ് പറയാൻ കഴിയാത്ത വിധം ദൈവം സകല മനുഷ്യർക്കും തന്നെ കുറിച്ച് വേണ്ടിയതൊക്കെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷയിലേക്ക് വരുവാൻ തടസ്സമായിട്ട് ഉള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സത്യം അറിഞ്ഞിട്ടും അതിനെ സ്വീകരിക്കുവാനുള്ള അറിവില്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു മനസ്സില്ലാഞ്ഞിട്ട്, ആ റിബല്യസ് മൈൻഡാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയുവാനായിട്ട് മനുഷ്യന് തന്നെ ദൈവം ചില നൈസർഗിക സ്വഭാവ അല്ലെങ്കിൽ സവിശേഷതകൾ നൽകിയിട്ടുണ്ട്, കഴിവുകൾ നൽകിയിട്ടുണ്ട്, അല്ലെ? അത് അവർ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ അവർ അറിയാതിരിക്കുന്നത്. അപ്പൊ ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ കൊണ്ട് തന്നെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളിലൂടെ ദൈവത്തെ സമീപിക്കുവാനും അവരിൽ വിശ്വസിക്കുവാനുമുള്ള സകല മുഖാന്തരങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പരാതി പറയുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇതിന്റെ 20-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നത്? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. നോക്കണേ, അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിനാൽ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ ഒരു വലിയ സത്യത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവത്തെ അറിയുവാനായിട്ട് രക്ഷയുടെ ആ ഒരു തണലിലേക്ക്, അല്ലെങ്കിൽ രക്ഷയിക വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് മുഖാന്തരം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താ? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക്
തെളിവായി വെളിപ്പെട്ടു വരും. ഏത് ബുദ്ധിക്കും തെളിവായി വെളിപ്പെടുവാൻ പാകത്തിൽ ദൈവം തന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ഇൻവിസിബിൾ ക്യാരക്ടേഴ്സ്, ദൈവത്തിന്റെ കാണുവാൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ എവിടെ വെളിവാക്കിയിരിക്കുകയാണ്? ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ. ലോകത്തിന്റെ സൃഷ്ടി മുതൽ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, തിരുവെഴുത്ത് രേഖപ്പെടുത്തിയ കാലഘട്ടത്തിൽ മാത്രമല്ല, അല്ല ന്യായപ്രമാണം എഴുതി തുടങ്ങിയ കാലഘട്ടത്തിൽ മാത്രമല്ല, ലോക സൃഷ്ടി മുതൽ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ തന്നെ ദൈവത്തെ അറിയുവാനും ദൈവത്തിങ്കലേക്കുള്ള അടുത്തു വരുവാനും രക്ഷ പ്രാപിക്കുവാനും നീതീകരണം പ്രാപിക്കുവാനും അവനിൽ വിശ്വസിക്കുവാനും ഒക്കെയുള്ള സകല മാർഗങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാനവകുലത്തിന് ഈ ഒരു കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ, രക്ഷപ്പെടാൻ പറ്റില്ല. സുവിശേഷത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? രക്ഷയിക മാർഗം എല്ലാ കാലഘട്ടത്തിലും ഓരോരുത്തർക്കും അവരുടെ ബുദ്ധിക്ക് തെളിവായിട്ട് അവർക്ക് വിശ്വസിക്കുവാൻ പാകത്തിന് ദൈവം അത് വരച്ച് കാട്ടിയിരിക്കുക. അത് പറഞ്ഞപ്പോൾ യേശു കർത്താവിനെ ക്രൂശിക്കപ്പെട്ടവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്ന് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു. യേശു കർത്താവിനെ ക്രൂശിക്കപ്പെട്ടവനായിട്ട് അല്ലെ ഗലാത്യ സഭയിലെ വിശ്വാസികളെ നിങ്ങളുടെ മുമ്പാകെ വരച്ച് കാട്ടിയിരിക്കെ, അത് വ്യക്തമായിട്ട് തെളിയിച്ച് തന്നിരിക്കെ നിങ്ങൾ അതിനെ വിട്ടിട്ട് നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടവരെ പോലെ ആയിത്തീർന്നത് എന്ത് എന്നാണ് ചോദ്യം. അതിന്റെ അർത്ഥം, ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കാലഘട്ടത്തിലും ദൈവത്തെ സമീപിക്കുവാൻ ഏത് സമൂഹത്തിനും അവസരം ദൈവം നൽകിയിട്ടുണ്ട്. അവർക്ക് അവരുടെ ബുദ്ധിക്ക് തെളിവായിട്ട് സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇങ്ങോട്ട് എല്ലാ കാലഘട്ടത്തിലും രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. സൃഷ്ടിയിലൂടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യർക്ക് ദൈവത്തെ അറിയുവാനായിട്ട് അത് വളരെ ലിമിറ്റഡ് ആണെങ്കിലും സഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ, മതിയാകുന്ന രീതിയിൽ ഉള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബുദ്ധിക്ക് തെളിവായിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞാൽ, ഇനി ലോകത്തിലെ ഒരു മനുഷ്യനും പ്രതിവാദം പറയാൻ പറ്റില്ല, എക്സ്ക്യൂസ് പറയാൻ സാധ്യമല്ല. ദൈവം അത് വെളിവാക്കിയിരിക്കുക. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടല്ലാതെ മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം ഒരു സെൽഫ് റിവീലിംഗ് ഗോഡ് ആയിരിക്കുന്നത്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. തന്നെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ദൈവമാണ്. മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവമാണ്. അത് പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ സൃഷ്ടിയിലൂടെ മാത്രമല്ല, ദൈവിക ഇടപെടലിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, ആശയവിനിമയങ്ങളിലൂടെ മനുഷ്യരോട് ഇടപെട്ടിട്ടുണ്ട്. എബ്രായ ലേഖനം 1:1 ദൈവം കണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും, ഭാഗികമായിട്ടാണെങ്കിൽ പോലും വിവിധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്: ദൈവത്തെ അറിയുവാനായിട്ട് സഫിഷ്യന്റ് ആയിട്ടുള്ള മാർഗങ്ങളുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കാത്തവരോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെ ഇടപെടും? ഈ റോമാലേഖനം 1-2 അധ്യായങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന പല മുഖാന്തരങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് പ്രകൃതിയിലൂടെ, അവന്റെ സൃഷ്ടിയിലൂടെ, ആ സൃഷ്ടിയിലെ പ്രവർത്തനങ്ങളിലൂടെ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ദൈവമുണ്ട് എന്ന് അറിയുവാൻ, ദൈവത്തെ ആരാധിക്കണമെന്നും അവനെ മഹത്വപ്പെടുത്തണമെന്നും അവന്റെ അടുക്കിലേക്ക് വരണമെന്നും, അല്ലെ, നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കും. ഈ ഒരു കാംക്ഷ മനുഷ്യരിൽ നൽകിയിട്ടുണ്ട്. അപ്പോ സൃഷ്ടിയിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ഒരു നീതിന്യായ വ്യവസ്ഥ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെ കോൺഷ്യൻസ് അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറയും. മറ്റാരും പറഞ്ഞില്ലെങ്കിലും തെറ്റ് ശരി എന്നുള്ളതിനെ കുറിച്ച് ഒരു മോറൽ ലോ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അവന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയേത് തെറ്റേത് എന്ന് തൂക്കി മനസ്സിലാക്കുവാൻ ഒരു ജഡ്ജിയുടെ കയ്യിലിരിക്കുന്ന ഒരു തുലാസ് പോലെ അതിനെ വിശകലനം ചെയ്യുവാൻ
അതിനെ ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു 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 കോൺഷ്യൻസ്, ഒരു മനസാക്ഷി ദൈവം നൽകിയിട്ടുണ്ട്. ഈ മനസാക്ഷി ആക്റ്റീവായിട്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയും മനോഭാവങ്ങളെയും വിലയിരുത്തിക്കൊണ്ടിരിക്കും. ഇത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഷ്യൻസ് അല്ലെങ്കിൽ മനസാക്ഷിയുടെ ദൈവാത്മാവിന്റെ അത് മറ്റൊരു മനസാക്ഷി എന്ന് പറയുന്നത് ഏത് മനുഷ്യനും ഉള്ളതാണ്. ദൈവാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളാണ്. അപ്പോ മനസാക്ഷിയിൽ തന്നെ ഒരു കോടതിയില് കാര്യകാരണ വിചാരം അല്ലെങ്കിൽ ന്യായവിസ്താരം നടത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല വിശ്വാസികളെ സംബന്ധിച്ച് അഡീഷണൽ ആയിട്ട് അവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ന്യായം ഏത്, അന്യായം ഏത്, ശരിയേത്, തെറ്റേത്, പാവം ഏത്, അത് എങ്ങനെ വിലയിരുത്തണം എന്നുള്ളതിനെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ബോധ്യം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്താ, ചിലർക്ക് ഈ മനസാക്ഷി അത്ര വർക്ക് ചെയ്യാതെ. മനസാക്ഷിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യം ആവർത്തിച്ച് തെറ്റ് ചെയ്യുമ്പോൾ ആവർത്തിച്ച് അത് 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 സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അലാം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിനോട് നാം പ്രതികരിക്കുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. മനസാക്ഷിയുടെ വിധി നാം കേട്ടില്ല എങ്കിൽ, നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ കാലക്രമേണ നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് കളവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ആദ്യത്തെ മോഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ കളവ് എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. എന്തുകൊണ്ടാണ്? അവന്റെ മനസാക്ഷി അവനെ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ കുറ്റം വിധിക്കുന്നുണ്ട്, തെറ്റാണ് എന്നവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തതും അവനെ വേദനിപ്പിക്കും, മൂന്നാമത്തതും അവനെ വേദനിപ്പിക്കും. പക്ഷെ വേദന കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് മനസാക്ഷിയുടെ വേദന കുറവല്ല, പിന്നെയോ അതിനോടുള്ള പ്രതികരണം നമുക്ക് കുറഞ്ഞു വരികയാണ്. കാലക്രമേണ അത് സ്വഭാവമായിട്ട് എന്ത് ചെയ്യും? അത് പരിണമിക്കും. അപ്പോൾ അതിനകത്ത് യാതൊരു കുറ്റബോധം അവന് തോന്നുകയില്ല. എന്ന് പറഞ്ഞാൽ മനസാക്ഷിയുടെ ആ വളരെ സൈലന്റ് ആയിട്ടുള്ള, വളരെ നേർത്ത ആ ഒരു ന്യായവിസ്താരമുണ്ടല്ലോ, അത് കേൾക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മനസാക്ഷി തഴമ്പിച്ചു പോവുക, മരവിച്ചു പോവുക, ഹൃദയകാഠിന്യത്തിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് വീണ്ടും പഴയ മാംസളമായിട്ടുള്ള ഒരു ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അനുതാപമുള്ള ഒരു ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക വളരെ ബുദ്ധിമുട്ടാണ്. നാം ഫറവോനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൻ ദൈവത്തെ അറിയുകയില്ല എന്ന് മനഃപൂർവ്വം ബോധപൂർവം അവൻ തീരുമാനിച്ചതാണ്. പല ആവർത്തി ദൈവം അവനോട് ഇടപെട്ടിട്ടും അവന് തൽക്കാലത്തേക്കൊക്കെ ചില മാനസാന്തരം ഉണ്ടായി എന്നുള്ളതിൽ കവിഞ്ഞ് വീണ്ടും അവൻ പഴയ പോലെ തന്നെ അത് തുടർന്നുകൊണ്ടേ അവൻ ഇരിക്കുകയാണ്. അവസാനം അത് കേൾക്കുവാൻ സാധിക്കാതെ വണ്ണം അവന്റെ മനസാക്ഷി തഴപ്പിച്ചു പോയി, അല്ലെങ്കിൽ അവന്റെ ഹൃദയം കഠിനമാക്കപ്പെടുകയാണ്. അത് അവസാനം അവന്റെ ശിക്ഷാവിധിക്ക് കാരണമായിട്ട് തീരുകയും ചെയ്തു. അവന്റെ ആദ്യജാതൻ കൊല്ലപ്പെടുവാനായിട്ടിടയായി. എന്നാൽ അവിടെ വെച്ചെങ്കിലും അവൻ തിരിച്ച് ഒരു മാനസാന്തരത്തിലേക്ക് വരണമായിരുന്നു. എന്നാൽ അതും തീർന്നില്ല. വീണ്ടും ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ആ ചെങ്കടൽ കടന്നു പോകുമ്പോൾ അവിടെ പിന്നാലെ പോവുകയാണ്. എന്താ? വീണ്ടും മനസാക്ഷിയിൽ കുത്തില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുവാൻ അവന് മനസ്സില്ല. ആ നിലയിൽ അവന്റെ മരണത്തിൽ അത് കലാശിക്കുകയാണ് ചെയ്തത്. അപ്പൊ പാപത്തോടുള്ള ബന്ധത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം അതിനകത്തുണ്ട്. അത് വിശ്വാസിയോടുള്ള ബന്ധത്തിലും അത് ശരിയാണ്. ഒരുപക്ഷെ നിത്യശിക്ഷാവിധി അവന് ലഭിക്കുകയില്ലായിരിക്കാം. എന്നാൽ ഒരു വ്യക്തി പാപത്തിൽ തുടരുമ്പോൾ, അതിൽ തഴപ്പിച്ചു വരുമ്പോൾ, മനസാക്ഷിയുടെ ആക്ഷേപത്തെ സ്വീകരിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ഹൃദയത്തിന്റെ നിഗൂഢതകൾ അവൻ അത്ര കഠിനമാക്കി അവൻ വെച്ചിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആലോചനകളെ കേൾക്കുവാൻ അവനെ കഴിയാതെ വരുമ്പോൾ, കാലക്രമേണ അത് അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഹാർഡനിങ്ങിലേക്കാണ്, കാഠിന്യത്തിലേക്കാണ്. അത് അവന് അതിന് പറ്റിയ കോൺസിക്വൻസിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും. അപ്പൊ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ മുഖാന്തരം എന്ന് പറയുന്നത് മനസാക്ഷിയിലൂടെയാണ് ദൈവത്തെ അറിയുവാനായിട്ട് അവനെ സാധിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം തന്റെ വചനം നൽകിയിട്ടുണ്ട്, തിരുവെഴുത്തുകളെ നൽകിയിട്ടുണ്ട്.
അത് വളരെ സ്പെഷ്യൽ റെവലേഷനാണ്. തിരുവെഴുത്തുകളിൽ ദൈവം തന്നെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, അവന്റെ ഗോൾസിനെ കുറിച്ച്, അവൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ അവൻ വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ദൈവം വെളിപ്പെടുത്തിയ തിരുവെഴുത്തിലൂടെ, ഹോളി സ്ക്രിപ്റ്റേഴ്സ്, വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പുരാണങ്ങളിലൂടെയും മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവെഴുത്തുകളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ട് ഇത് മാത്രമാണ് ദൈവത്തിന്റെ ഏകമായിട്ടുള്ള വെളിപ്പെടുത്തൽ എന്നുള്ളത്. അത് തിരുവെഴുത്ത് തന്നെ മുദ്ര വച്ചിരിക്കുകയാണ്. നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുമ്പോൾ അവൻ തന്റെ പ്രമാണങ്ങളെ, തന്റെ മക്കളെ, ഇസ്രായേൽ ജനത്തെ അറിയിക്കുമെന്ന് പറയും. അങ്ങനെ മറ്റൊരു ജാതിക്ക് അവൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ദൈവത്തിന്റെ വെളിപ്പാടുകൾ ലഭിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകതയുള്ളത്. അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ലഭിക്കുവാനും അത് മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ ഇടപെടലുകൾ കണ്ട് മനസ്സിലാക്കുവാനും അവർക്ക് ഭാഗ്യം സിദ്ധിച്ചു. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ജാതികളോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണം ലഭിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഉത്തരവാദിത്വത്തിന് കുറവൊന്നുമില്ല. അതുകൊണ്ടാണ് മനസാക്ഷിയോടുള്ള ബന്ധത്തിൽ അത് എന്ത് ചെയ്യുകയാണ്? ദൈവം അതിന്റെ അടിസ്ഥാനത്തിൽ ന്യായവിസ്താരം നടത്തുകയാണ്. 2-ാം അധ്യായം 14-15 വാക്യം. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകും. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇതാ ഇവിടെ നോക്കിക്കോളൂ, മനസാക്ഷിയിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതിയിരിക്കുകയാണ്. ചട്ടങ്ങളും പ്രമാണങ്ങളും ലഭിക്കാത്ത ജാതികളോടുള്ള ബന്ധത്തിൽ ആ മനസാക്ഷിയിലൂടെ ദൈവം ആ പ്രമാണങ്ങളെ എഴുതി വച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ? അവർക്ക് പ്രതിവാദമില്ല. വീണ്ടും തൊട്ട് താഴെ പറയുന്നുണ്ട്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ, ന്യായം വിധിക്കുന്ന നാളിൽ അവർക്ക് തെറ്റിയൊഴിയുവാൻ സാധിക്കാത്ത വിധത്തിൽ അവരുടെ മനസാക്ഷിയിൽ അത് വെളിപ്പെടുത്തി. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദൈവം തന്നെ റിവീൽ ചെയ്യുന്നത്. ഒന്ന്, പ്രകൃതിയിലൂടെ, നാച്ചുറലിലൂടെ, അവന്റെ സൃഷ്ടിയിലൂടെയും അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങളിലൂടെയും. 2, മനുഷ്യരുടെ ഉള്ളിൽ മനസാക്ഷിയിലൂടെ ദൈവത്തെ അറിയുവാനായിട്ട് ഒരു പ്രേരണ, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട് ഒരു ആഗ്രഹം മനുഷ്യന്റെ ഉള്ളിൽ നൽകിയ. 3ാമത്, അവന് വെളിപ്പെടുത്തിയിരിക്കുന്നത്, തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെയാണ്, വേദപുസ്തകത്തിലൂടെ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പൂർത്തീകരണത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ കാര്യം. പുത്രനിലൂടെ, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ ദൈവിക സത്യങ്ങൾ. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് ജീവിച്ചിരുന്നു മാത്രമല്ല, അവൻ പിതാവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നു. ഈ കാര്യങ്ങളൊക്കെ ലഭ്യമായിരിക്കുകയാണ്. അപ്പോ കൂടുതൽ ഉത്തരവാദിത്വം നമുക്കുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മുടെ പുറകിൽ നമുക്ക് നിൽക്കുകയാണ്. അത് ചരിത്രമായിട്ട് നമുക്ക് നിൽപ്പുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല, തിരുവെഴുത്തുകൾ, ദൈവസഭ, ദൈവവചനത്തിന്റെ കേൾവി, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. 4 മേഖലകളിലൂടെ അത് ദൈവം നൽകിയിട്ടുണ്ട്. പ്രതിവാദമില്ലാതിരിക്കുവാൻ, എക്സ്ക്യൂസ് ഇല്ലാതിരിക്കുവാൻ. ഒരു വാക്യം അതിനുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവിക വെളിപ്പാടിന്റെ പൂർത്തീകരണത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും. പുത്രനിലൂടെ ലഭിച്ച വെളിപ്പാട് എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റി ഉള്ള വെളിപ്പാടാണ്.
അതുകൊണ്ടാണ് ഫിലിപ്പോസിനോട് പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, 18-ാമത്തെ വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ തന്റെ മടിയിൽ ഇരിക്കുന്ന പുത്രൻ എന്ത് ചെയ്തു? ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സോ റെവലേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ വെളിപ്പാട്. അപ്പോ മനുഷ്യന് ദൈവത്തെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അറിയാവുന്നവ മാത്രം എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് അതിന്റെ പൂർണ്ണതയല്ല. ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ. ദൈവമക്കൾ എന്നുള്ള നിലയിൽ തിരുവെഴുത്തിലൂടെ ദൈവാത്മാവിന്റെ സഹായത്താലും ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതിയെക്കുറിച്ചും ദൈവിക രൂപരേഖകളെക്കുറിച്ചും ദൈവമക്കൾക്ക് കൂടുതൽ വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, അത് അതിൽ തന്നെ പൂർണ്ണമല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കും. കാരണം നിത്യത വെളിവാക്കുന്ന അനേക സത്യങ്ങളുണ്ട്. നാം കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയുന്ന പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അത് എത്രത്തോളം അറിവുണ്ടായിരിക്കും? ദൈവസന്നിധിയിലെ ആദ്യത്തെ ദിവസം ദൈവത്തെക്കുറിച്ച് എന്താണ് അറിയാൻ പോകുന്നത്? രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, ഇനി എനിക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ദിവസം ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവിക ഘടികാരത്തിലെ ദിവസം എന്ന് എങ്ങനെ പറയും? എന്തുകൊണ്ടാണ് ദിവസവും രാവും പകലും ഒക്കെ നമുക്കുള്ളത്? നമുക്കത് ലഭ്യമാകുന്നത് സൂര്യനും ചന്ദ്രനും ഉള്ളതുകൊണ്ട്. അതില്ലായിരുന്നുവെങ്കിലോ? സൂര്യനും ചന്ദ്രനും ഇല്ലായിരുന്നുവെങ്കിൽ ദിവസത്തിന്റെ ഗതിഭേദങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് സ്വർഗത്തിലെ 1-ാം ദിവസം, 2-ാം ദിവസം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എല്ലാവരോടും, നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. സ്വർഗത്തിൽ ചെന്നതിന് ശേഷം വിശ്രമിക്കുവാനായിട്ട് രാത്രി അവിടെ രാത്രി ഇല്ലല്ലോ എന്നാണ് പറയുന്നത്, അല്ലേ? വിശ്രമിക്കാനായിട്ട്, ഉറങ്ങുവാനായിട്ട് ഒരു രാത്രി ഉണ്ടോ? നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം പലപ്പോഴും സ്വർഗത്തെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, മനുഷ്യന്റെ ബുദ്ധിയിലെ സുഖ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് വെളിപ്പെടുവാനുള്ള തേജസ്സും അവിടെ നമ്മൾ കർത്താവിന്റെ സന്നിധി ആസ്വദിക്കുന്നതും എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏതളവിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കും എന്ന് എനിക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവിടെ മനുഷ്യർക്ക് ഉച്ചരിക്കുവാൻ പാടില്ലാത്ത ഒരു ശബ്ദം ഞാൻ. പ്രിയമുള്ളവരെ, അതെന്ത് ശബ്ദമാണ്? അത് കേൾക്കുവാനായിട്ട്, അവിടുത്തെ ശബ്ദം ശ്രദ്ധിക്കുവാനായിട്ട് ഈ ചെവികൾക്ക് സാധ്യം. അവിടുത്തെ കാഴ്ചകൾ കാണുവാനായിട്ട് ഈ കണ്ണുകൾക്ക് സാധ്യമല്ല. നാം അത് മനസ്സിലാക്കണം. നമ്മുടെ കണ്ണിന്റെ പരിധി, നമ്മുടെ ശ്രവണത്തിന്റെ പരിധി, നമ്മുടെ ആസ്വാദനത്തിന്റെ പരിധി, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങളുടെ പരിധി ഒക്കെ മനുഷ്യനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ നാം കൂടുതൽ അറിയാൻ പോവുകയാണ്. നിത്യതയോളം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാണ് പൂർണ്ണമായിട്ട് ദൈവത്തെ ഒന്ന് അറിഞ്ഞു കഴിയുന്നത്? അതിനും സാധ്യമല്ല. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയും തോറും അവനെ കൂടുതൽ ആരാധിക്കുവാൻ, അവനെ കൂടുതൽ സ്നേഹിക്കുവാൻ, അവനെ കൂടുതൽ ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഇടവരും. ഇന്ന് നാം എന്തുകൊണ്ട് പലപ്പോഴും നിരാശയിലും നെടുവീർപ്പിലും പരാതികളിലുമൊക്കെ ആയി? പലപ്പോഴും നമ്മുടെ കണ്ണുകൾ ഈ ഭൂമി മാത്രം കാണും, നമ്മുടെ ചെവി താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണും. നാം ഈ ഭൂമി മാത്രം ലക്ഷ്യം വയ്ക്കും. അറിയേണ്ടതുപോലെ ദൈവത്തെ കൂടുതൽ അറിയുവാനിട്ട് വന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇതൊക്കെയും ചപ്പും ചവറും എന്ന്, ഞാൻ ഇതൊക്കെ എനിക്ക് ലാഭമായിരുന്നത് മുഴുവൻ എല്ലാം ഞാൻ ഛേദം എന്നെണ്ണിയിരിക്കുകയാണ്. എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ ആഴം അത് വർദ്ധിക്കുവാനിട വരട്ടെ. അത് നമ്മുടെ ഒരു ജീവിതചര്യയായിട്ട്, ഒരു സ്വഭാവമായിട്ട് മാറട്ടെ. ദൈവം ആ നിലയില് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ ദൈവം അവർക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ
അവർക്ക് മനസ്സിലാകുവാൻ പാകത്തിന് ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. സൃഷ്ടിയിലൂടെ എന്താണ് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നത്? ദൈവം ഉണ്ട് എന്നുള്ളത് നിഷേധിക്കുവാൻ ആർക്കും സാധിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലെ നോക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ അസ്തിത്വത്തെ നിരാകരിക്കുവാൻ സാധിക്കും. കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആർഗ്യുമെന്റ്. അതിനകത്ത് പല പടികളിൽ നമുക്കതിനെ വിചിന്തനം ചെയ്യാറുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടിക്ക് പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ട്. ഒരു സൃഷ്ടിതാവില്ലാതെ ഒരു സൃഷ്ടി ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ള ഒരു കോസ് ഉണ്ടായേ മതിയാണ്. an uncaused eternal cause. നിത്യനായ സൃഷ്ടിക്കപ്പെട്ടവരല്ലാത്ത കാരണങ്ങൾ, അവന്റെ നിലനിൽപ്പിന് കാരണങ്ങളില്ലാത്ത ഒരു വ്യക്തിത്വം ഉണ്ടായേ മതിയാകും. ഒരു സൃഷ്ടിക്ക് പിന്നിൽ അതുണ്ടായേ മതിയാകും. ശാസ്ത്രം അത് അംഗീകരിക്കുന്ന സത്യമാണ്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. പ്രപഞ്ചത്തിന്റെ ക്രിയേഷന്റെ ഓർഡർ, അതിന്റെ സംവിധാനം, അതിന്റെ ഇന്റലിജന്റ് ഡിസൈൻ, ആ ഡിസൈൻ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഉണ്ടായേ മതിയാവും. ഒരു ബീയിങ് ഉണ്ടായേ മതിയാവും. ഒരു വ്യക്തിത്വം, ഒരാളത്വം ഉണ്ടായേ മതിയാവും. ആളത്വമില്ലാത്ത ഒരു ശക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഓർഡർ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫിനിറ്റ്, ആ എറ്റേണൽ കോസ് എന്ന് പറയുന്നത് ബീയിങ് ആയേ മതിയാവും. അനാളത്വം ഉണ്ടായേ മതിയാവും. ഇനി ഭൗതികമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഭൗതിക വസ്തുക്കൾ, ജീവജാലങ്ങൾ, ഭൗതികമായിട്ടുള്ള നക്ഷത്രങ്ങൾ, സൂര്യൻ അല്ലെങ്കിൽ ഗോളങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസിന്റെ പിന്നിൽ ഒരു മെറ്റാഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടായേ മതിയാവും. ഫിസിക്കൽ എക്സിസ്റ്റൻസിന് പിന്നിൽ ഫിസിക്കലായിട്ടുള്ള ഒരു കോസ് പോരാ. ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാകണമെങ്കിൽ ആ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള, അഭൗതികമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായേ മതിയാവും. 3 കാര്യങ്ങൾ നാം ഇവിടെ ചിന്തിച്ചു. ഒരു എറ്റേണൽ കോസ്, ആൻ അൺകോസ്ഡ് കോസ് ഉണ്ടായേ മതിയാവൂ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ. 2, ഇന്റലിജന്റ് ഡിസൈൻ ഉള്ളത് കൊണ്ട് അതൊരു ബീയിങ് ആയേ മതിയാവും. അല്ലാതെ വെറും ഒരു ശക്തി ആയാൽ പോരാ, ഒരു കോസ് ആയാൽ പോരാ, അതൊരു ബീയിങ് ആയേ മതിയാവും. ഇതൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് നിലനിൽപ്പ് ഉള്ളത് കൊണ്ട് മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള, അഭൗതികമായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായേ മതിയാവും. ഒരു വാക്യം മാത്രം അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ വായിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയും. ശ്രദ്ധിച്ചോളൂ, ഈ കാണുന്ന ലോകം, ഈ കാണുന്ന ഭൗതിക വസ്തുക്കളുടെ പിന്നിൽ അതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഭൗതികമായിട്ടുള്ളതല്ല, ഇനിയോ ദൃശ്യമായതല്ല കാരണം. അതിന്റെ നിലനിൽപ്പിന് കാരണം ദൃശ്യമായതല്ല എന്ന് വരുമാറ് ദൈവത്തിന്റെ വചനത്താൽ ഈ ലോകം നിർമ്മിക്കപ്പെട്ടു എന്ന വിശ്വാസത്താൽ. പ്രിയമുള്ളവരെ, സൃഷ്ടിയിലേക്ക് നോക്കുന്ന ഏതൊരു വ്യക്തി, ഇവിടെ നമ്മൾ വായിച്ച ഭാഗവും അത് തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം സൃഷ്ടിയിലൂടെ മനുഷ്യന് വെളിവാക്കി നൽകിയിരിക്കുന്നത്? എന്താ? അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൃഷ്ടിഗോചരമല്ലാത്ത ലക്ഷണങ്ങൾ, ഇൻവിസിബിൾ ക്യാരക്ടേഴ്സ്, ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ സൃഷ്ടിയിൽ നോക്കിയാൽ അറിയാം. ഈ ഭൗതിക വസ്തുക്കളെ നോക്കിയാൽ അറിയാം ഇതിന്റെ പിന്നിലെ അഭൗതികത. ഈ കാണുന്ന വസ്തുക്കളെ നോക്കിയാൽ അതിന്റെ പിന്നിലെ കാണുവാൻ കഴിയാത്ത ഒരു കോസിനെ കുറിച്ച്, ഒരു ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയേ മതിയാണ്. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ നിത്യശക്തി എന്ന് പറഞ്ഞാൽ അവന്റെ എറ്റേണൽ പവർ, അവന്റെ നിത്യ അസ്തിത്വം. നിങ്ങളൊരു കൂടുതൽ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ റെഫറൻസ് നിങ്ങൾ നോക്കിക്കോളൂ. ഞാനൊരു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. കോസ്മോളജിക്കൽ ആർഗ്യുമെന്റിന്റെ വിവിധ ആർഗ്യുമെന്റ്സ് ഇംഗ്ലീഷിലാണ് അത് നൽകിയിട്ടുണ്ട്.
അത് വിശദമായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താലും നന്നായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നിത്യ ശക്തിയും ദിവ്യത്വവും അവന്റെ അദൃശ്യ ലക്ഷണങ്ങളും ലോക സൃഷ്ടി മുതൽ ഇന്നോളം ലോക സൃഷ്ടി മുതൽ ആദാം തുടങ്ങി ഇങ്ങോട്ട് സകല മനുഷ്യർക്കും വെളിവായിരിക്കും. അതിന് ശാസ്ത്രം പഠിക്കണമെന്നില്ല, അതിന് വായിക്കണമെന്നില്ല, എഴുതണമെന്നില്ല, വേറെ പുസ്തകം കയ്യിൽ ലഭിക്കണമെന്നില്ല. ദൈവത്തെ അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുകയാണ്. അവർക്ക് എക്സ്ക്യൂസ് ഇല്ല എന്നാണ്, പ്രതിവാദമില്ല എന്ന് ഇവിടെ പറയുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ അവിടെ പരിഹാസികൾ എഴുന്നേറ്റ് വരികയാണ്. അന്ത്യകാലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പരിഹാസികൾ എഴുന്നേറ്റ് വന്നിട്ട് ഈ ലോകമൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഇരിക്കുന്നു, പഴയതുപോലെ തന്നെ ഇരിക്കുന്നു, അതിന് മാറ്റമൊന്നുമില്ല. പറയുന്നത് വെറുതെ പറയുകയാണ്. മാറ്റമുണ്ടോ? ഇല്ലാന്നൊന്നും പറയണ്ട അല്ലെ? പഴയ ഭൂപടമാണോ ഇന്നത്തെ ഭൂപടം? വേദപുസ്തക കാലയളവിലെ ഭൂപടമാണോ ഇന്നത്തെ ഭൂപടം? മാറ്റം സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്, എല്ലാ തരത്തിലും മാറ്റം സംഭവിച്ചു. എന്നാൽ പരിഹാസികള് അത് വെറുതെ പരിഹസിക്കുവാൻ പറയുന്ന കാര്യമാണ്. അങ്ങനെ പരിഹസിക്കുമ്പോൾ അതിന് മറുപടി ദൈവാത്മാവ് നൽകുന്നുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഈ പരിഹാസികളുണ്ടല്ലോ, അവർ മനസ്സോടെ മറന്നു കളയുകയാണ്, അവർ തമസ്കരിക്കുകയാണ്, അവർ സത്യത്തെ നിഷേധിക്കുകയാണ്. വെറുതെ പരിഹാസത്തിന് വേണ്ടി പറയുന്നതാണ്, അതിനകത്തൊരു ആത്മാർത്ഥതയുമില്ല. എന്താണ് സത്യം? ദൈവത്തിന്റെ വചനത്താൽ അവൻ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഭൂമിയെ ഉളവാക്കി. എന്നിട്ട് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെയാണ് ഇന്നും ഇരിക്കുന്നത്? ഇല്ല. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ദൈവം ഇടപെട്ടു, ശിക്ഷാവിധി നടത്തി, ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു, ജനം നശിച്ചു, ജീവജാലങ്ങൾ നശിച്ചു, ഭൂമിക്ക് തന്നെ രൂപ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതിങ്ങനെ അങ്ങ് പോകും. ഈ 2000 എന്നുള്ളത് 3000, 4000, 5000, 6000 ഒക്കെ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്താ? ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച് ന്യായവിധിയും. അപ്പൊ ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഭൂമി എങ്ങനെയാണ് നശിപ്പിച്ച് പുതിയ ആകാശ ഭൂമികൾ ഉണ്ടാക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട് തീക്കായി സൂക്ഷിച്ചു. അത് മാത്രമല്ല, ഭൂമിയെ മാത്രം തീക്കായി സൂക്ഷിക്കുക മാത്രമല്ല, പിന്നെയോ ഒരു ന്യായവിധിയുണ്ട്. എന്താ? ഭക്തികെട്ട മനുഷ്യരുടെ നാശം. ഭക്തികെട്ട മനുഷ്യരുടെ നാശം അത് ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇവിടെയാണ് ഭാവികാല ശാസ്ത്രപരമായിട്ടുള്ള ദൈവ ക്രോധത്തിന്റെ ചൊരിച്ചിലിനെ കുറിച്ചുള്ള സൂചന നൽകുന്നത്. ഇവിടെ ദൈവത്തിന്റെ ക്രോധത്താൽ മനുഷ്യർ നശിക്കുകയാണ്, ഭക്തികെട്ട മനുഷ്യർ നശിക്കുകയാണ്. ഇവിടെ വിശ്വാസികൾ നശിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവക്രോധത്തിലൂടെ വിശ്വാസികൾ കടന്നു പോവുകയില്ല. റാത്ത് ഓഫ് ഗോഡിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ഭക്തികെട്ട മനുഷ്യരുടെ നാശത്തിന്റെ ആ മധ്യത്തിൽ ദൈവജനത്തെ അതിനകത്ത് ക്രോധം ചൊരിഞ്ഞ് നശിപ്പിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഭക്തികെട്ട മനുഷ്യരുടെ നാശം സംഭവിക്കാനുള്ള ഒരു ദിവസമുണ്ട്. സോ വി ആർ ഹെഡിങ് ടുവേഴ്സ് ദാറ്റ്. നാം അതിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. പരിഹാസികൾ എന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ഇതാ സൃഷ്ടിയെ കുറിച്ച് മാത്രമല്ല, സൃഷ്ടിയുടെ മധ്യത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് മാത്രമല്ല, ഭാവികാലപരമായിട്ട് ഈ സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. എന്റെ ചിന്തകളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ പാഠഭാഗം പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ തന്നെ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏത് മനുഷ്യനും അറിയാകുന്നതും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നിരക്ഷർക്കും വിദ്യാവിഹീനർക്കും മനസ്സിലാകുവാൻ പാകത്തിന് രക്ഷയിക ദൈവിക പദ്ധതി ഏത് കാലയളവിലും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ദ റെസ്പോൺസിബിൾ. അതിനോടുള്ള ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവരോട് ഇടപെടും, നീതിയോടെ ഇടപെടും. ആർക്കും ഒരു പരാതിക്ക് സ്ഥാനം അവിടെ ഇല്ല.
നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, ഇതറിഞ്ഞിട്ടും ഇത് നിരാകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്കാണ്. അത് ന്യായവിധിയിലേക്കാണ്, അത് ശിക്ഷാവിധിയിലേക്കാണ്. അത് വിശ്വാസിയാണേലും കൈവിടപ്പെടുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലുകൾ, ദൈവം വളരെ ഇൻട്രസ്റ്റഡ് ആണ് മനുഷ്യന്റെ വിഷയം. മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം മാറി നിൽക്കുന്നവരല്ല. മനുഷ്യന്റെ ഏത് കാലത്തിന്റെയും ഗതിവിഗതികളെ അവൻ സസൂക്ഷ്മം നിരീക്ഷിക്കുക മാത്രമല്ല, അവൻ ഇടപെടുന്നവനും കൂടെയാണ്. അതിന്റെ മേൽ അവന് കൺസേൺ ഉണ്ട്. നിനവേലെ നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ച് ദൈവത്തിന് ചിന്ത ഇല്ലാതിരിക്കുമോ? യോനോട് ദൈവം ചോദിക്കുകയാണ്. ഉണ്ട്, നിശ്ചയമായിട്ടും. ഈ ദേശത്തിന്റെ ദുഷ്ടത ദൈവത്തിന്റെ ബോധ്യത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിന്തകളെ അല്ലെങ്കിൽ ദൈവം അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നില്ലയോ? ഉണ്ട്, നിശ്ചയമായിട്ടും. ഇവിടെയെല്ലാം നീതിയോടുകൂടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതാണ്. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ. ദൈവം ദുഷ്ടത കണ്ട് രസിക്കുന്നവനല്ല. ദൈവത്തിന്റെ ദയ, ദീർഘക്ഷമ ഇത് കൂടുതൽ ദീർഘമാക്കിയിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ആ ഒരു ഐശ്വര്യം, അതിന്റെ ഐശ്വര്യം നാം നിരസിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ നിരസിക്കുകയാണെങ്കിൽ ഹൃദയകാഠിന്യത്താൽ, അനുതാപമില്ലാത്ത ഹൃദയത്താൽ നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിക്കും. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അതുകൊണ്ട് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കും. കർത്താവിനെ അവന്റെ വീണ് അവന്റെ സന്നിധിയിലെ രക്ഷ വിശ്വാസത്താൽ കരഗതമാക്കാം. മാത്രമല്ല, ആ സുവിശേഷത്തിന്റെ അനുസരണം നമുക്ക് കാണിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ.